കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചിട്ട് 5 മാസം. സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും നൽകുന്നത് വിതരണ കമ്പനികൾ നിർത്തിയതോടെയാണ് പ്രവർത്തനം നിലച്ചത്. 100 കണക്കിന് ഹൃദയ ശസ്ത്രക്രിയകളാണ് ഇതോടെ മുടങ്ങിയത്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്നിവയ്ക്ക് ആവശ്യമായ സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചത്. ഇവ വിതരണം ചെയ്ത വകയിൽ വിതരണ കമ്പനികൾക്ക് 2.5 കോടി രൂപയാണ് നൽകാനുള്ളത്. പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രതിഷേധമറിയിച്ചും തുക കിട്ടാതെ വന്നതോടെയാണ് കമ്പനികൾ വിതരണം നിർത്തിയത്. ഏപ്രിൽ 1-ാം തീയതി മുതലാണ് വിതരണം നിർത്തിവെച്ചത്. സ്റ്റോക്ക് ഉണ്ടായിരുന്നവ ഉപയോഗിച്ച് ഏതാനും ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്റ്റോക്ക് തീർന്നതോടെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. സ്റ്റെന്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ കടവുമായിട്ട് ഇനി സ്റ്റെന്റ് വിതരണം നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നാണ് പറയുന്നത്. പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ബീച്ച് ഹോസ്പിറ്റലിലെ കാത്ത് ലാബ് അടച്ചുപൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള സംവിധാനമാണ്. സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന നടപടി സർക്കാർ നിർത്തിയിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. സാധാരണക്കാരായ നിരവധി രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. ഗുരുതരാവസ്ഥയിലുള്ളവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ്. നിരവധി പേരാണ് ആൻജിയോഗ്രാം ചെയ്യാൻ തീയതി കാത്തിരിക്കുന്നത്. സ്റ്റെന്റും അനുബന്ധ ഉപകരണങ്ങളും എന്ന് ലഭിക്കുമെന്ന് ഒരു ഉറപ്പും ലഭിക്കാത്തതിനാൽ ഇപ്പോൾ തീയതി നൽകുന്നതും നിർത്തിവെച്ചിരിക്കുകയാണ്. പ്രവർത്തനം നിർത്തിവെച്ചതിനാൽ കോടികൾ വില വരുന്ന യന്ത്രങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്പനികൾക്ക് എത്രയും പെട്ടെന്ന് തുക അനുവദിച്ച് തീരദേശത്തെ അടക്കം സാധാരണക്കാരായ രോഗികളോട് സർക്കാർ കരുണ കാണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, കോഴിക്കോട്.